ഈ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിനത്തിൽ കേരളത്തിൽ നിന്നും ഊട്ടിയിലേക്ക് ട്രിപ്പ് പോയ ഒരു മലയാളി യുവാവ് ഗൂഡല്ലൂർ വെച്ചിട്ട് കടന്നൽ അല്ലെങ്കിൽ തേനീച്ചയുടെ കുത്തേറ്റിട്ട് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും രക്ഷപ്പെട്ടു. ഇങ്ങനത്തെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 1-2 വർഷത്തിനിടയിലുണ്ടായിട്ടുള്ള കടന്നൽ ആക്രമണം കൊണ്ട് മരിച്ച ആളുകളുടെ വാർത്തകളാണ് ഈ കാണുന്നത്. ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റിട്ട് മരിച്ചു. വീട്ടിൻ്റെ മുറ്റത്ത് പത്രം വായിച്ചു കൊണ്ടിരുന്ന വീട്ടിലെ വയോധികൻ കടന്നൽ കുത്തേറ്റിട്ട് മരിച്ചു. അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ കടന്നൽ കുത്തേറ്റ് ഒരാൾ മരണപ്പെട്ടു. ആശുപത്രിയിൽ കടന്നലിൻ്റെ കുത്തേറ്റിട്ട് മരണപ്പെട്ടിട്ടില്ല, കാരണം അവർ ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ടായിരിക്കാം. ഇതേപോലെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന ആളുടെ തലയിൽ കടന്നൽ കുത്തേറ്റിട്ട് ആൾ മരണപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേനീച്ച അല്ലെങ്കിൽ കടന്നൽ കുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്തുകൊണ്ട് തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നു, എങ്ങനെ ഇത് സംഭവിക്കാതെ നമുക്ക് നോക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് യാത്രകളൊക്കെ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കൾ യാത്രികരുടെ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ ഇത് സഹായകമായേക്കാം. തേനീച്ച അല്ലെങ്കിൽ കടന്നലിൻ്റെ കുത്തേൽക്കുമ്പോൾ മരണം സംഭവിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടും അനാഫിലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയും, അലർജിക് റിയാക്ഷൻ കാരണം. രണ്ടാമത്തത് ഇതിൻ്റെ ടോക്സിൻ, ബി ടോക്സിൻ, അതായത് ഇതിൻ്റെ വിഷം, ബി വെനം, ഇത് ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം കാരണമുള്ള മരണം. അതുകൊണ്ട് തന്നെ ഒരു കടന്നൽ കൂട് അല്ലെങ്കിൽ തേനീച്ച കൂട് നമ്മൾ കാണുകയാണെങ്കിൽ ഒരിക്കലും അതിനെ ഉപദ്രവിക്കാൻ പോകരുത്. കാരണം 1-2 തേനീച്ചയുടെ കുത്തേറ്റ് കഴിഞ്ഞാൽ മരണം സംഭവിക്കുകയില്ല. പകരം ആ ലോക്കൽ റിയാക്ഷൻ, തടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. മറിച്ച് 100 കണക്കിന് തേനീച്ചകൾ നമ്മളെ കുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുത്തുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മരണം സംഭവിക്കാം. അത് കുത്തിയ തേനീച്ചകളുടെ എണ്ണം, അതേപോലെ തന്നെ തേനീച്ചകളുടെ ഇനം അല്ലെങ്കിൽ കടന്നൽ അതാണോ അതിൻ്റെ ഇനം, അതേപോലെ തന്നെ ആ വ്യക്തിയുടെ പ്രതിരോധ ശേഷി, വ്യക്തിക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒരു തേനീച്ച നമ്മുടെ ശരീരത്തിൽ കുത്തുമ്പോൾ അതിൻ്റെ സ്റ്റിങ് നമ്മുടെ തൊലിപ്പുറത്തിലൂടെ ബ്ലഡിലേക്ക് ചില കെമിക്കൽസ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ കുത്തുന്ന സ്റ്റിങ് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് തേനീച്ച പറന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇത് അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു വെനം ആണ്, അതായത് വിഷമാണ്. ഇതിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വേദന ഉണ്ടാക്കുന്നുണ്ട്, ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട്, പ്രോട്ടീൻസിൽ ലൈസിസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഹിസ്റ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഹിസ്റ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ശക്തിയായിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന കെമിക്കൽസാണ്. ഈ ഹിസ്റ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതോടുകൂടി വളരെ കൂടിയ നമ്പർ, അതായത് 100 കണക്കിന് തേനീച്ചകൾ നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ ഹിസ്റ്റമിൻ ഓവർലോഡ് ഉണ്ടാകും. ഇത് സീരിയസ് ആയിട്ടുള്ള അനാഫിലാക്റ്റിക് റിയാക്ഷൻസ് ഉണ്ടാകും. അനാഫിലാക്റ്റിക് റിയാക്ഷൻസിൻ്റെ ഏറ്റവും പ്രത്യേകത, ആദ്യം മൂക്ക് ബ്ലോക്ക് ആവും, അതേപോലെ തൊണ്ട ബ്ലോക്ക് ആവും, കാരണം ഇവിടെ വീക്കം വന്നിട്ട് ബ്രീത്തിങ് എടുക്കാൻ കഴിയില്ല ആൾക്ക്. BP ഡൗൺ ആയിട്ട് അവിടെ കുഴഞ്ഞു വീഴും. ഇവർ മരിക്കുന്നത് വിഷം കൊണ്ടല്ല, മറിച്ച് ബ്രീത്തിങ് കിട്ടാതെ, അതായത് ശ്വാസം കിട്ടാതെ BP ഡൗൺ ആയിട്ടാണ് ആൾ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കടന്നൽ കൂട്ടങ്ങളെ കാണുകയാണെങ്കിൽ അവയെ ആക്രമിക്കാൻ പോകരുത്, ഓടി രക്ഷപ്പെടാൻ നോക്കണം. 1-2 തേനീച്ച നമ്മളെ കുത്തുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടും. പക്ഷേ ഒരു കൂട്ടം തേനീച്ചകൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരണം സംഭവിക്കും. ഇനി ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കൈയും കാലൊക്കെ കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ആരെങ്കിലും തേനീച്ച കുത്തിയതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അവിടെ എത്തിയിട്ട് അലർജിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ എന്നൊക്കെ പറയും, ഇത്തരം ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും. തേനീച്ച അല്ലെങ്കിൽ കടന്നൽ കുത്തിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, അവയെ ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, തേനീച്ചയൊക്കെ എടുക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫുൾ ബോഡി പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കണം. 3, ആരെങ്കിലും തേനീച്ച കടന്നലൊക്കെ കൂട്ടമായിട്ട് അല്ലെങ്കിൽ 1-2 10ലധികമൊക്കെ കുത്തിയത് കാണുന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് അവരെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ചെറിയ ആശുപത്രിയിലേക്കോ വലിയ ആശുപത്രിയിലേക്കോ എത്തിക്കുക. കാരണം ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് അവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും.